ഒരു കടയുടമ തന്റെ കടയുടെ വാതിലിന് മുകളിൽ ഒരു ബോർഡ് സ്ഥാപിച്ചു, പട്ടിക്കുട്ടികൾ വിൽപ്പനയ്ക്ക്. ഒരു ദിവസം ഒരാൺകുട്ടി ഈ ഉടമയെ സമീപിച്ചു. നിങ്ങൾ എത്ര രൂപയ്ക്കാണ് നായ്ക്കുട്ടികളെ വിൽക്കുന്നത്? അവൻ ചോദിച്ചു. സ്റ്റോർ ഉടമ മറുപടി പറഞ്ഞു, 30 രൂപ മുതൽ 50 രൂപ വരെ. മുടന്തനായ ആ നായ്ക്കുട്ടിയെ ചൂണ്ടി അവൻ ചോദിച്ചു, ആ ചെറിയ നായയ്ക്ക് എന്തുപറ്റി? മൃഗഡോക്ടർ പരിശോധിച്ചപ്പോൾ ആ നായ്ക്കുട്ടിക്ക് തുടയെല്ലില്ലെന്ന് കണ്ടെത്തിയതായി കടയുടമ വിശദീകരിച്ചു. അത് എപ്പോഴും മുടന്തനായേ നടക്കൂ. അവൻ ആവേശഭരിതനായി പറഞ്ഞു, അതാണ് ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന നായ്ക്കുട്ടി. കടയുടമ പറഞ്ഞു, ഇല്ല, ആ നായയെ നീ വാങ്ങേണ്ടതില്ല. നിനക്കവനെ അത്രയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവനെ നിനക്ക് വെറുതെ തരാം. അത് കേട്ടപ്പോൾ ആ കുട്ടി അസ്വസ്ഥനായി. അവൻ കടയുടമയുടെ കണ്ണുകളിലേക്ക് നോക്കി വിരൽ ചൂണ്ടി പറഞ്ഞു, നിങ്ങൾ അവനെ എനിക്ക് വെറുതെ തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മുഴുവൻ വിലയും നൽകും. സ്നേഹമുള്ള കടയുടമ പറഞ്ഞു, നിനക്ക് ഈ ചെറിയ നായയെ കൊണ്ടുപോയിട്ട് ഒരു പ്രയോജനവുമില്ല. മറ്റു നായ്ക്കുട്ടികളെപ്പോലെ നിന്റെ കൂടെ ഓടാനും ചാടാനും കളിക്കാനും അവനൊരിക്കലും കഴിയില്ല. അപ്പോൾ ആ ആൺകുട്ടി കുനിഞ്ഞ് തന്റെ ഇടതുകാലിലെ പാൻസ് ഉയർത്തി കാണിച്ചു. ആ കാലിന് പകരം ഒരു സ്റ്റീൽ ദണ്ടിലുറപ്പിച്ച വെപ്പുകാലായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ കടയുടമയെ നോക്കി മൃദുവായി മറുപടി പറഞ്ഞു, ശരിയാണ്, ഞാനും അത്ര നന്നായി ഓടുന്നവനല്ല. അതുകൊണ്ട് തന്നെ ആ നായ്ക്കുട്ടിക്ക് അവനെ മനസ്സിലാക്കുന്ന, അവന് താങ്ങാവുന്ന ഒരാളെ ആവശ്യമുണ്ട്. സ്നേഹമുള്ളവരെ, ചിലപ്പോൾ ആശ്വസിപ്പിക്കുന്ന വാക്കുകളേക്കാൾ ഒരാൾ ആഗ്രഹിക്കുന്നത് തന്നെപ്പോലെ തന്നെ ചിന്തിക്കുന്ന, തന്നെ മനസ്സിലാക്കുന്ന ഒരു സാമീപ്യമായിരിക്കും. മറ്റൊരാൾക്ക് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം അവരെ മനസ്സിലാക്കുക എന്നതാണ്.